കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മേഖലയിൽ നിങ്ങൾ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യുന്നു, അതായത് ബി ടെക് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് BE കോഴ്സ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഒരു കരിയറിൽ എത്തിച്ചേരാൻ തീർച്ചയായിട്ടും ഒരു ഫൈൻ ട്യൂണിങ് ആവശ്യമായിട്ടുണ്ട്. ഫൈൻ ട്യൂണിങ് എന്ന് പറയുമ്പോൾ ഒരു രീതിയിലുള്ള എംപ്ലോയബിലിറ്റി, അതായത് ടെക്നിക്കൽ സൈഡാണ് ഇത് നേടുന്ന രീതിയാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റ സയൻസ്, അങ്ങനെ പല മേഖലകളും നിങ്ങളുടെ മുൻപിലുണ്ട്. ഇങ്ങനെ BTech കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഷോർട്ട് ടേം കോഴ്സുകൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഒരു പ്രത്യേക മേഖലയിൽ ജോബ് ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇങ്ങനെയുള്ള കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ ഡ്യൂറേഷനും അതോടൊപ്പം ഈ കോഴ്സ് ചെയ്യാൻ എത്ര ഫീസ് വരും എന്നുള്ളതും, അതായത് എത്ര കോസ്റ്റ് ഉണ്ട് എന്നുള്ളതും, ഏതൊക്കെ കീ സ്കിൽസാണ് നിങ്ങൾ പഠിച്ചെടുക്കുന്നത്, അതോടൊപ്പം ഏതൊക്കെ ജോബ് റോളിലേക്കാണ് ഈ കോഴ്സ് ചെയ്തത് മൂലം നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് എന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് അതിനുള്ള ഡിഫറെൻറ്റ് ആൻസേഴ്സ് പിന്നീടുള്ള എപ്പിസോഡുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ച ഒരാൾക്ക്, അതായത് BTech അല്ലെങ്കിൽ BE തരത്തിൽ 4 വർഷം കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി, ഈവൻ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ് 3 വർഷം BTech BE പഠിക്കുന്ന ഒരാൾ, അതായത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അവരെക്കുറിച്ചാണ് ഈ ഒരു എപ്പിസോഡ് എന്നുള്ളത്. അവർക്ക് കൂടുതൽ മാക്സിമം ബെനിഫിറ്റ് ലഭിക്കുക എന്നുള്ള ഒരു ഇൻറ്റൻഷനാണ് ഈ എപ്പിസോഡിൻ്റെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യമെന്നുള്ളത്. ആദ്യത്തെ കോഴ്സ് എന്നുള്ളത് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻ്റ് ആണ്. 3 മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സാണിത്. ഒബ്വിയസ്ലി അതിനെ ഷോർട്ട് ടേം കോഴ്സ് എന്നാണ് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. അപ്രോക്സിമേറ്റ് കോസ്റ്റ് എന്നുള്ളത് 10,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ്. ഏതൊക്കെ സ്കിൽസാണ് നിങ്ങളിവിടെ പഠിച്ചെടുക്കുന്നത്? HTML, CSS, JavaScript, React, Node.js, MongoDB എന്നൊക്കെയുള്ള കീ സ്കിൽസ് നിങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. ജോബ് റോൾസ്: വെബ് ഡെവലപ്പർ, ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, അതോടൊപ്പം ബാക്ക് എൻഡ് ഡെവലപ്പർ എന്നൊക്കെയുള്ള ജോബ് റോളുകളിലേക്കാണ് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സ് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ജോബ് റോൾ ലഭിക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിൻ്റെ ഉടനീളം ചില വേർഡ്സിൽ ഞാൻ സ്പെല്ല് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ പ്രൊനൗൺസ് ചെയ്യുന്നതിലോ തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം. കാരണം എൻ്റെ ഏരിയ എന്നുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് അല്ല. മറിച്ച് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളൊരു നല്ല ഉദ്ദേശം മാത്രമാണുള്ളത്. രണ്ടാമത്തെ കോഴ്സ് എന്നുള്ളത് ഡാറ്റ സയൻസ് അതോടൊപ്പം മെഷീൻ ലേണിംഗ് കോഴ്സുകളാണ്. 3 മുതൽ 6 മാസം വരെയാണ് ഈ കോഴ്സിൻ്റെയും ഡ്യൂറേഷൻ എന്നുള്ളത്. കോഴ്സ് അല്പം കോസ്റ്റ്ലി ആണ്. 20,000 മുതൽ 1 lakh വരെ ഇതിൻ്റെ ഫീസ് വരുന്നുണ്ട്. പൈത്തൺ, SQL, പാൻഡാസ്, ടെൻസർഫ്ലോ അതോടൊപ്പം ഡാറ്റ വിഷ്വലൈസേഷൻ പോലുള്ള കീ സ്കിൽസാണ് ഇവിടെ നിങ്ങൾ പഠിച്ചെടുക്കുന്നത്. പഠിച്ചത് കൊണ്ട് നിങ്ങൾ നേടാൻ പോകുന്ന ജോബ് റോളുകൾ എന്നുള്ളത് ഡാറ്റ സയൻറ്റിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI എഞ്ചിനീയർ എന്നൊക്കെ രീതിയിലുള്ളതാണ്. അടുത്തത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. AWS, Azure, GCP പോലുള്ള കാര്യങ്ങളാണ് കോഴ്സിൻ്റെ മെയിൻ ലക്ഷ്യമെന്നുള്ളത്. 2 മുതൽ 4 മാസം വരെയാണ് ഡ്യൂറേഷനായിട്ടുള്ളത്. 15,000 റുപ്പീസ് മുതൽ 50,000 ഇന്ത്യൻ റുപ്പീസ് വരെയാണ് ഇതിൻ്റെ കോസ്റ്റ് എന്നുള്ളത്. ഇവിടെ ഒബ്വിയസ്ലി AWS, Azure, GCP പഠിക്കുന്നുണ്ട്. ഇതാണ് കീ സ്കിൽസായി നിങ്ങൾ നേടുന്നത്. DevOps, അതിനെങ്ങനെയാണ് ഒന്നിച്ച് ഡെവോപ്സ് എന്നാണോ പ്രൊനൗൺസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. കുബർനെറ്റ്സ്, ഡോക്കർ എന്നൊക്കെയാണ് കോഴ്സിൻ്റെ കീ സ്കിൽസിൽ വരുന്നത്. ക്ലൗഡ് എഞ്ചിനീയർ, ഡെവോപ്സ് എഞ്ചിനീയർ, സൊല്യൂഷൻ ആർക്കിടെക്റ്റ് പോലുള്ള ജോബ് റോളിലേക്കാണ് നിങ്ങൾ ചെന്നെത്തി പോകാൻ പോകുന്നത്. ആ രീതിയിലുള്ള ജോബ് റോളുകളാണ് നിങ്ങൾ നേടാൻ പോകുന്നത്.
ക്യൂബർനെറ്റ്സ് KUBERNETES എന്നുള്ളൊരു സ്കില്ലാണ്. അതിനെ ഒന്നിച്ച് വായിക്കുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും അതിൻ്റെ ഉച്ചാരണമെന്ന് അറിയാൻ താല്പര്യമുണ്ട്, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അടുത്ത കോഴ്സ് എന്നുള്ളത് സൈബർ സെക്യൂരിറ്റിയും അതോടൊപ്പം എത്തിക്കൽ ഹാക്കിങ്ങുമാണ്. 2 മുതൽ 6 മാസം വരെയാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്നുള്ളത്. 20,000 മുതൽ 75,000 ഇന്ത്യൻ റുപ്പീസ് വരെയാണ് ഈ കോഴ്സ് പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു ഫീസും അല്ലെങ്കിൽ അതിൻ്റെ ചിലവ് എന്നുള്ളത്. നെറ്റ്വർക്ക് സെക്യൂരിറ്റി പെനട്രേഷൻ ടെസ്റ്റിംഗ്, അതോടൊപ്പം KLI ലിനക്സ്, കാളി എന്നാണ് ഉദ്ദേശിച്ചതെന്നറിയില്ല ആ സാധനം. സോ ഇതൊക്കെയാണ് സ്കിൽ നിങ്ങൾ നേടുന്നത്. സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, എത്തിക്കൽ ഹാക്കർ, അതോടൊപ്പം സെക്യൂരിറ്റി എഞ്ചിനീയർ എന്ന ജോബ് റോളിലേക്കും ഈ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ് മാനുവൽ അതോടൊപ്പം ഓട്ടോമേഷൻ മോഡിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോഴ്സ് പഠിക്കുന്ന രീതിയാണ്. 2 മുതൽ 4 മാസം വരെയാണ് ഡ്യൂറേഷൻ. 10,000 മുതൽ 40,000 വരെയാണ് ഇതിൻ്റെ കോസ്റ്റ് എന്നുള്ളത്, ചിലവ് എന്നുള്ളത്. സെലീനിയം, JUnit, API ടെസ്റ്റിംഗ്, പെർഫോമൻസ് ടെസ്റ്റിംഗ് പോലുള്ള സ്കില്ലാണ് നിങ്ങൾ നേടാൻ പോകുന്നത്. QA എഞ്ചിനീയർ അതോടൊപ്പം ടെസ്റ്റ് ഓട്ടോമേഷൻ എഞ്ചിനീയർ പോലുള്ള ജോബ് റോളിലേക്കാണ് ഈ കോഴ്സ് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ചെന്നെത്താൻ പറ്റുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡീപ്പ് ലേണിംഗ് ആണ് അടുത്ത കോഴ്സായിട്ടുള്ളത്. 3 മുതൽ 6 മാസം വരെയാണ് ഡ്യൂറേഷൻ. 30,000 മുതൽ 1 lakh വരെ ഇന്ത്യൻ റുപ്പീസിലാണ് ഇതിൻ്റെ ചിലവ് വരുന്നുണ്ട്. ന്യൂറൽ നെറ്റ്വർക്ക്സ്, NLP, കമ്പ്യൂട്ടർ വിഷൻ, അതോടൊപ്പം PyTorch എന്നൊക്കെയുള്ള സ്കില്ലാണ് നിങ്ങൾ പഠിച്ചെടുക്കാൻ പോകുന്നത്. AI എഞ്ചിനീയർ, ഡീപ്പ് ലേണിംഗ് എഞ്ചിനീയർ, റിസർച്ച് സയൻറ്റിസ്റ്റ് ജോബ് റോളിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഈ കോഴ്സ് പഠിച്ചത് കൊണ്ട്. അടുത്തത് ബ്ലോക്ക് ചെയിൻ ഡെവലപ്മെൻ്റ് ആണ്. 3 മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. 25,000 മുതൽ 75,000 75,000 വരെ ഇന്ത്യൻ റുപ്പീസിലാണ് ഇതിൻ്റെ ചിലവ് വരുന്നുണ്ട്. സോളിഡിറ്റി, സ്മാർട്ട് കോൺട്രാക്ട്സ്, എത്തീറിയം, ETHEREUM ആണ്. അത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഹൈപ്പർ ലെഡ്ജർ എന്നൊക്കെയുള്ള സ്കിൽ നിങ്ങൾ പഠിച്ചെടുക്കും. ബ്ലോക്ക് ചെയിൻ ഡെവലപ്പർ, സ്മാർട്ട് കോൺട്രാക്റ്റ് എഞ്ചിനീയർ ജോബ് റോളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നീട് നമുക്ക് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് കോഴ്സാണ്. ആൻഡ്രോയിഡ്, iOS 2 മോഡലും വരുന്നുണ്ട്. 3 മുതൽ 6 മാസം വരെയാണ് ഡ്യൂറേഷൻ. 10,000 മുതൽ 50,000 ഇന്ത്യൻ റുപ്പീസ് വരെയാണ് ഇതിൻ്റെ ചിലവ് വരുന്നത്. ഫ്ലട്ടർ, റിയാക്ട് നേറ്റീവ്, സ്വിഫ്റ്റ്, കോട്ട്ലിൻ പോലുള്ള സ്കിൽസ് നിങ്ങൾ പഠിച്ചെടുക്കുന്നു. മൊബൈൽ ആപ്പ് ഡെവലപ്പർ അല്ലെങ്കിൽ UI/UX ഡെവലപ്പർ എന്ന ജോബ് റോളിലേക്ക് ഈ കോഴ്സ് പഠിച്ചത് കൊണ്ട് എത്തിച്ചേരാൻ പറ്റും. DEVOPS ആൻഡ് CICD ഈ 2 കോഴ്സാണുള്ളത്. 2 മുതൽ 4 മാസം വരെയാണ് ഡ്യൂറേഷൻ. 20,000 മുതൽ 70,000 ഇന്ത്യൻ റുപ്പീസ് വരെ ചിലവ് വരുന്നുണ്ട്. ഡോക്കർ, അഗെയിൻ ക്യൂബർനെറ്റ്സ്, ജെൻകിൻസ്, CI/CD പൈപ്പ്ലൈൻസ് എന്നൊക്കെയുള്ള സ്കിൽ പഠിച്ചെടുക്കും. ഡെവോപ്സ് എഞ്ചിനീയർ, സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയർ റോളുകളിലേക്ക് ഈ കോഴ്സ് പഠിച്ചത് കൊണ്ട് എത്തിച്ചേരാൻ പറ്റും. ബിഗ് ഡാറ്റ ആൻഡ് ഹഡൂപ്പ്, HADOOP ഈ 2 കോഴ്സാണ്. 3 മുതൽ 6 മാസം വരെ ഇതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ട്. സോ ഈ ഒരു ബിഗ് ഡാറ്റ ആൻഡ് ഹഡൂപ്പ് എന്നുള്ള 2ഉം കമ്പൈൻഡ് ചെയ്തിട്ടുള്ള കോഴ്സാണ്. സോ 20,000 മുതൽ 80,000 ആണ് ഇതിൻ്റെ ഇന്ത്യൻ റുപ്പീസിലുള്ള ചിലവെന്നുള്ളത്. ഹഡൂപ്പ്, സ്പാർക്ക്, ഹൈവ്, സ്കാല, ഡാറ്റ വെയർ ഹൗസിംഗ് പോലുള്ള സ്കിൽസ് നിങ്ങൾ പഠിക്കുന്നു. ബിഗ് ഡാറ്റ എഞ്ചിനീയർ അതോടൊപ്പം ഡാറ്റ അനലിസ്റ്റ് ജോബ് റോളിലേക്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യപ്പെടുന്നു ഈ കോഴ്സ് പഠിച്ചതിൽ കൂടി. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT ആണ് നെക്സ്റ്റ് കോഴ്സ് ഉള്ളത്. 3 മുതൽ 6 മാസം വരെയാണ് ഡ്യൂറേഷൻ. 15,000 ഇന്ത്യൻ റുപ്പീസ് മുതൽ 50,000 ഇന്ത്യൻ റുപ്പീസ് വരെ അതിൻ്റെ ചിലവ് വരുന്നു. IoT ഫ്രെയിംവർക്ക്സ്, എംബഡഡ് സിസ്റ്റംസ്, റാസ്ബെറി പൈ പോലുള്ള സ്കിൽസാണ് നിങ്ങളിവിടെ പഠിച്ചെടുക്കുന്നത്. IoT ഡെവലപ്പർ, എംബഡഡ് സിസ്റ്റംസ് എഞ്ചിനീയർ പോലുള്ള ജോബ് റോളിലേക്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യപ്പെടുന്നു. പിന്നീട് ഗെയിം ഡെവലപ്മെൻറ്റ്,
യൂണിറ്റി അല്ലെങ്കിൽ അൺറിയൽ എൻജിൻ ആണ് രണ്ട് സ്പെഷ്യൽ കാറ്റഗറി ഇതിൽ വരുന്നത്. 3 to 6 months ആണ് ഡ്യൂറേഷൻ. 15,000 ഇന്ത്യൻ റുപ്പീസ് മുതൽ 60,000 ഇന്ത്യൻ റുപ്പീസ് വരെ ചിലവ് വരുന്നുണ്ട്. യൂണിറ്റി, അൺറിയൽ എൻജിൻ, സി ഹാഷ്, ഗെയിം ഫിസിക്സ് പോലുള്ള സ്കിൽസ് നിങ്ങളിവിടെ പഠിച്ചെടുക്കുന്നുണ്ട്. സോ ഗെയിം ഡെവലപ്പർ അതോടൊപ്പം AR VR ഡെവലപ്പറായിട്ടും നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചതിൽ കൂടി ക്വാളിഫൈ ചെയ്യപ്പെടുന്നു. UI UX ഡിസൈൻ ആണ് അടുത്ത കോഴ്സ്. 2 മുതൽ 4 മാസം വരെ ഡ്യൂറേഷൻ ഉണ്ട്. 10,000 മുതൽ 40,000 വരെ ഇന്ത്യൻ റുപ്പീസ് കോസ്റ്റ് വരുന്നുണ്ട്. ഫിഗ്മ, അഡോബി XD, യൂസർ റിസർച്ച്, പ്രോട്ടോടൈപ്പിംഗ് സ്കിൽസ് ഇവിടെ പഠിക്കുന്നു. UI UX ഡിസൈനർ, ഇൻട്രാക്ഷൻ ഡിസൈനർ പോലുള്ള റോളിലേക്കാണ് ക്വാളിഫൈ ചെയ്യപ്പെടുന്നത്. സോ ബിഫോർ സമ്മറൈസിങ് ഒരു കാര്യം കൂടി രേഖപ്പെടുത്താനുള്ളത്, ഈ കോഴ്സുകളൊക്കെ പഠിക്കുന്നത് 2 രീതിയിലുള്ള മോഡിലാണ്, പ്ലാറ്റ്ഫോമിലാണ്. ഒന്ന് ഫ്രീ അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ളതാണ്. കോഴ്സേര, യുഡെമി, EDX, ലിങ്ക്ഡിൻ ലേണിംഗ്, NPTEL, MIT ഓപ്പൺ കോഴ്സ് വെയർ എന്നൊക്കെയുള്ള പ്ലാറ്റ്ഫോമിൽ കൂടി പഠിക്കാം. അല്ലെങ്കിൽ പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണ്. യുഡാസിറ്റി, പ്ലൂറൽ സൈറ്റ്, ഗ്രേറ്റ് ലേണിംഗ്, സ്കേലർ അക്കാഡമി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് പഠനം സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ എൻഡ് വരെ എത്തിച്ച് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം നൽകുന്നുണ്ട്. സോ ടു സമ്മറൈസ്, BTech കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചത് കൊണ്ട് ജോബ് ലഭിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. മറിച്ച് ഇഫ് യു ആർ സ്കിൽഡ്, അതായത് ആ ഫീൽഡിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ട്, അറിവ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എങ്കിലാണ് ജോബ് ലഭിക്കാനുള്ള സാധ്യത കൂടി വരുന്നത്. നേരത്തെയൊക്കെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ അല്ലെങ്കിൽ ഏത് എൻജിനീയറിംഗ് പഠിച്ചാലും സ്റ്റുഡൻസിനെ പിക്ക് ചെയ്ത് അവരെ ഇൻഫോസിസ് പോലുള്ള കമ്പനികൾ ക്യാമ്പസിലിട്ട് ട്രെയിൻ ചെയ്ത് എടുത്ത് അവരെ ജോബിലേക്ക്, പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇന്ന് സിറ്റുവേഷൻ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം, നിങ്ങൾ എംപ്ലോയബിൾ ആയിരിക്കണം. നിങ്ങൾ ഏത് മേഖലയിലേക്കാണോ തിരിയാൻ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷോർട്ട് ടേം കോഴ്സസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സാലറി പാക്കേജും പൊസിഷൻസും ലഭിക്കൂ. ഈവൻ ആസ് എ ഫ്രഷർ ഒരു മിനിമം എക്സ്പീരിയൻസ് എംപ്ലോയർ എക്സ്പെക്റ്റ് ചെയ്യും. സോ അത് എങ്ങനെ നേടണമെന്നുള്ളത് ഒബ്വിയസ്ലി ഒരു ക്വസ്റ്റ്യനാണ്. ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസ്, ട്രെയിനിയായി ജോയിൻ ചെയ്യുക, ഇതുപോലുള്ള ഷോർട്ട് ടേം കോഴ്സ് കഴിഞ്ഞ് ഫ്രീലാൻസായി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കമ്പനികളിൽ ഈവൻ ഇഫ് ദേ ആർ നോട്ട് ഗിവിങ് സാലറി വർക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമാകുക. നിങ്ങളുടെ കോളേജിലുള്ള ടീച്ചേഴ്സ് ഇഫ് ദേ ഹാവ് സം പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുക. PhD ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാർട്ടാവുക. എന്നിട്ട് ഇതൊക്കെ വളരെ നല്ല രീതിയിൽ റെസ്യൂമെയിൽ പതിപ്പിച്ച് എഴുതുക, ഹൈലൈറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുന്നത്. തീർച്ചയായിട്ടും ഓൺട്രപ്രണീരിയൽ എഫേർട്സിന് താല്പര്യമുള്ള ആളുണ്ടാകും, സ്റ്റാർട്ടപ്പ് താല്പര്യമുള്ള ആളുണ്ടാകും. അവർക്കൊക്കെ ഈ രീതിയിലുള്ളൊരു ബിഗിനിങ് കോളേജിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും തുടർന്ന് അവർക്ക് അവരുടേതായ കമ്പനി ബിൽഡ് ചെയ്യുന്നതിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു മിനിമം നമ്പർ ഓഫ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് സ്വന്തമായി സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഏതായിരുന്നാലും കൂടുതൽ ചോദ്യങ്ങൾ ഇനീഷ്യൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നു, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.